ാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. 3/4 നൂറ്റാണ്ടിന്റെ മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്നാണ് പച്ചനോണ പറയാ. മറ്റൊരു വിഷയം, നിങ്ങളെ മാതാപിതാക്കന്മാർ ഉസ്താദന്മാർ കേൾക്കാത്ത പുതിയതും അവർ നിങ്ങളെ മുമ്പിൽ വെക്കും. ഇതുവരെ എടുത്തുകാലമായി മുസ്ലിമീങ്ങൾ മാസുറപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു? 3/4 കൊല്ലം വേണ്ട, അടുത്ത കാലം വരെ അവരടക്കം മുസ്ലിമീങ്ങൾ മാസുറപ്പിക്കൽ എങ്ങനെ? ഖുർആൻ ഹദീസ് എങ്ങനെയാണ് പറഞ്ഞത് അനുസരിച്ച്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അശ്ശഹ്റു 29 ലൈല, ചില സമയത്ത് മാസം 29 ആയിരിക്കും. ഫലാ തസൂമു ഹത്താ തറൗഹു, അപ്പൊ നിങ്ങൾ പിറ്റേന്ന് നോമ്പ് അനുഷ്ഠിക്കരുത് 29 കഴിഞ്ഞാൽ, മാസം നിങ്ങൾ കാണുന്നവരെ. ഫൈൻ ഉമ്മ അലൈക്കും, നിങ്ങളെ മേലിൽ മേഘം കാരണമായി മാസം കാണാതെ വന്നാൽ, ആകാശത്തിൽ മാസം നിലനിന്നുകളോ ഇല്ലേ, അത് വേറെ വിഷയം. ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ടോ ഇല്ലേ, അതാണ് ശരീഅത്തിൽ ഉള്ള നിയമം. ഫൈൻ ഉമ്മ അലൈക്കും, നിങ്ങളെ മേലിൽ മാസം ഹിലാല് അത് മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് അവ്യക്തമായാൽ, ഫഅക്മിലുൽ ഇദ്ദത 30, എണ്ണം മാസത്തിന്റെ എണ്ണം 30 നിങ്ങൾ പൂർത്തീകരിച്ചോളണം. ഇതാണ് നിരവധി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുവരെ മുസ്ലിമീങ്ങൾ നടന്നു പോന്നിരുന്ന വഴിയും അതാണ്. 29 രാവ് പെരുന്നാളാവട്ടെ, അത് പറയാൻ റമളാനാവട്ടെ, അത് കണ്ടുകണോ ഇല്ലേ എന്ന് അവരടക്കം. പിന്നീട് അവർക്കൊരു അവസ്ഥ വന്നു. എന്ത്? അത് ശാസ്ത്രം എങ്ങനെ പറയുന്നത്? ഉദിക്കൂല എന്നാ ശാസ്ത്രം പറഞ്ഞത്, എന്നാൽ അന്ന് മാസം കണ്ടാൽ പിടിക്കാൻ പാടില്ല. ഉദിക്കുന്നെന്നാ കണ്ടാലും കണ്ടില്ലെങ്കിലും ശരി, മാസം അംഗീകരിക്കണം. ഇത് നമ്മുടെ വാപ്പപ്പാപ്പാന്മാർ മഹാന്മാർ ഇതുവരെ കേൾക്കാത്താണ് കേരളത്തിൽ. അതാണ് പുണ്യനബി പറഞ്ഞ ലക്ഷണം. യൗതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയത് ഇങ്ങനെ കൊണ്ടുവരും. ലോകത്ത് വന്ന സകല പണ്ഡിതന്മാരും മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറയുന്നത് യജിബു സൗമു റമളാൻ, റമളാൻ നോമ്പ് നിർബന്ധമാവും. ബി ഇക്മാലി ശഅബാൻ 30, ശഅബാൻ 30 പൂർത്തിയാക്കലുകൊണ്ട്. ഔ റുയത്തിൽ ഹിലാൽ, അതല്ലെങ്കിൽ മാസം ദർശിക്കലുകൊണ്ട്. ബഅദൽ ഉറൂബ്, അസ്തമിച്ചതിന്റെ ശേഷം. ലാബി